അപ്പോ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സുകൾ? എത്രത്തോളം ഈ ഒരു എക്സാം പാസ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്തു? നല്ല ക്ലാസ്സുകളായിരുന്നു. ക്ലാസ്സിനേക്കാളും കൂടി ലൈവ് സെക്ഷൻസ് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എക്സാമിന് ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും? എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ഈസി ആയിട്ട് ഫീൽ ചെയ്തു എക്സാം? എനിക്ക് ഫ്രീ ആയിട്ട് എക്സാം എഴുതാൻ പറ്റി. ആക്ച്വലി ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അത്ര ഹോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പഠിക്കാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷെ മുന്നേ അറ്റൻഡ് ചെയ്ത ക്ലാസ്സും പിന്നെ തലേദിവസം തന്നെ മാമും സാറും വിളിച്ചിട്ട് സംസാരിച്ചിരുന്നല്ലോ, അതനുസരിച്ച് ഞാൻ ഒന്നുകൂടെ ക്ലാസ് റിവൈസ് ചെയ്തിട്ട് പോയി. ആ പറഞ്ഞ ടോപ്പിക്സ് മാത്രം. ഷോക്ക് ആയിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് എക്സാമിന് ലഭിച്ചിട്ടുണ്ടാവും? ഒരു 60-70% ഒക്കെ വന്നിട്ടുണ്ട്. എക്സാം എഴുതാൻ ഒരു പേടിയോ ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ എക്സാം എഴുതണില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എനിക്ക് സാറും മാമും വിളിച്ച് കോൺഫിഡൻസ് തന്നുകൊണ്ട് മാത്രം ഞാൻ എഴുതിയതാണ്. ഞാനൊരു എന്താ പറയാ, പഠിക്കാതിരുന്നത് കൊണ്ട് ആ ഒരു ടൈം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്ന, പക്ഷെ എനിക്ക് മുന്നത്തെ ക്ലാസ്സുകളുടെ ഒരു ഓർമ്മയിൽ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തതാണ്. എങ്ങനെ ഏകദേശം എത്ര സമയമൊക്കെ പഠിക്കാൻ പറ്റുമായിരുന്നു? ഞാൻ ചിലപ്പോ ലൈവ് ഒക്കെ ഒരു മിസ്സായാലും എങ്ങനെയെങ്കിലും അത് കവറപ്പ് ചെയ്ത് വരുമായിരുന്നു. കറക്റ്റ് ആയിട്ട് ഒരു ഇതൊന്നുമില്ല, പക്ഷെ ഞാൻ നോട്ട്സ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. നോട്ട്സ് ഞാൻ മീൻസ് കളർ കോഡൊക്കെ വെച്ച് അങ്ങനെയൊക്കെ വെച്ച് പഠിക്കുമായിരുന്നു. ഇമ്പോർട്ടന്റ് അങ്ങനെയൊക്കെ വെച്ച്. അപ്പൊ ഓവറോൾ നമ്മുടെ ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആയിരുന്നു എക്സാം എഴുതാനായിട്ട്. ഓക്കെ, നമ്മുടെ പറയാനുണ്ടോ? നമ്മള് മാക്സിമം ട്രൈ ചെയ്താൽ കിട്ടും. നമുക്ക് ഒരു ദിവസം ഒരു ഇത്ര അവർ വെച്ചിട്ട്, ഡ്യൂട്ടി ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ നോക്കണം. എനിക്കിപ്പോ ഡ്യൂട്ടി ഇല്ലാതിരുന്നത് കൊണ്ട് എനിക്ക് കറക്റ്റ് ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എപ്പൊ ഫ്രീ ആവുന്നു അപ്പൊ ഞാൻ പഠിക്കുന്ന അങ്ങനെ. കറക്റ്റ് ടൈം ഇത്ര കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. താങ്ക് യു.